ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. 2014 മുതൽ 2025 വരെ SSLC പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ എന്താണ് ഒരു ടാൻജന്റ് അഥവാ തൊടുവര എന്ന് നോക്കാം. ഒരു വൃത്തത്തിലെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്തു പോകുന്ന ഏതൊരു ലൈനിനെയും ടാൻജന്റ് അഥവാ തൊടുവര എന്നാണ് പറയുക. ഇതിനു മുൻപ് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിൽ വൃത്തത്തിലെ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ആ ലൈനിനെ പറയുന്നത്? കോഡ് അഥവാ ഞാണുകൾ എന്നാണ് പറയുക. അതായത് വൃത്തത്തിലെ ഒരു പോയിന്റിലൂടെ മാത്രം പോകുന്ന വരകളെ ടാൻജന്റ് അഥവാ തൊടുവര എന്നും വൃത്തത്തിലെ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന വരകളെ കോഡ്സ് അഥവാ ഞാണുകൾ എന്നുമാണ് പറയുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മുൻ വർഷങ്ങളിലെ SSLC എക്സാമിനേഷനിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. Draw a circle of radius 2.5 centimeters. Mark a point 6.5 centimeters away from the center. Draw tangents from this point to the circle and measure the length of the tangents. 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 6.5 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. തൊടുവരകളുടെ നീളം അളന്നെഴുതുക. ആദ്യം തന്നെ നമുക്ക് ഒരു കോമ്പസിൽ 2.5 സെന്റിമീറ്റർ അളന്ന് 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. ഇതിന്റെ സെന്റർ ആണ് ഇത്. ഇതിന്റെ ആരം അഥവാ റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് 6.5 സെന്റിമീറ്റർ എവേ ഫ്രം ദ സെന്റർ, അഥവാ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 6.5 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് ഇടും. അപ്പൊ നമുക്ക് സ്കെയിലിൽ 6.5 സെന്റിമീറ്റർ അളക്കാം. അങ്ങനെ 6.5 സെന്റിമീറ്റർ അകലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡോട്ട് അഥവാ ഒരു പോയിന്റ് എടുക്കും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ടാൻജൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദ സർക്കിൾ. ഇനി ഈ പോയിന്റിൽ നിന്നും നമ്മുടെ സർക്കിളിലേക്ക് അഥവാ വൃത്തത്തിലേക്ക് നമുക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. നമുക്കറിയാം, വൃത്തത്തിന്റെ ഔട്ട്സൈഡ് ഒരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് എത്ര ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കാം? 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അത് വരയ്ക്കുക എന്ന് നോക്കാം. നമുക്കറിയാം, ഈ സർക്കിളിന്റെ കേന്ദ്രത്തിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? 6.5 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ലൈനിന്റെ കറക്റ്റ് സെന്റർ എടുക്കണം. അതായത് 6.5 സെന്റിമീറ്ററിന്റെ കറക്റ്റ് പകുതി, അതായത് എത്ര വരും? 3.25 സെന്റിമീറ്റർ. നമുക്ക് സ്കെയിലിൽ 3.25 സെന്റിമീറ്റർ അളക്കുന്നു. അവിടെ ഒരു പോയിന്റ് ഇടും. ഇനി 3.25 സെന്റിമീറ്റർ റേഡിയസിൽ അഥവാ ആരത്തിൽ നമുക്ക് മറ്റൊരു വൃത്തം കൂടി വരയ്ക്കണം. ഈ പുതിയ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ റേഡിയസ് എത്രയാണ്? 3.25 സെന്റിമീറ്റർ ആണ്. ഇനി ഈ രണ്ട് സർക്കിൾസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്സുകൾ ഉണ്ടല്ലോ, ഇതാണ് ടാൻജൻസ്, സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ ഔട്ട്സൈഡ് പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. ഇങ്ങനെയാണ് ഔട്ട്സൈഡ് ഒരു പോയിന്റിലേക്ക് നമ്മൾ ടാൻജൻസ് വരയ്ക്കുന്നത്. ആദ്യം എന്താ ചെയ്തത്? 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. അതിനുശേഷം സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി ആ 6.5 സെന്റിമീറ്ററിന്റെ പകുതിയായ 3.25 സെന്റിമീറ്റർ ആരമുള്ള മറ്റൊരു സർക്കിൾ വരയ്ക്കുന്നു. ഈ രണ്ട് സർക്കിൾസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ ടാൻജന്റ്, സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ആ പോയിന്റിൽ നിന്നും ഈ ഔട്ട്സൈഡ് പോയിന്റിലേക്ക് 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കുന്നു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെഷർ ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ്. നമ്മുടെ ഈ 2 ടാൻജന്റുകളുടെയും ലെങ്ത്തുകൾ മെഷർ ചെയ്യണം, അഥവാ നീളം അളക്കണം. അത് നമുക്ക് സാധാ സ്കെയിൽ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് 6 സെന്റിമീറ്റർ വീതം കിട്ടും. ഇനി ഇവിടെ നമ്മളോട് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില സമയങ്ങളിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ്, ടാൻജന്റുകളുടെ നീളം കണക്ക് കൂട്ടാൻ പറയാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടുക? ഈ പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതെന്താണ്? ഈ ലൈൻ എന്താണ്?
ഈ സർക്കിളിന്റെ ആരം അഥവാ റേഡിയസ് ആണ്. നമുക്കറിയാം റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. ഇത് ടാൻജന്റ് ആണ്. ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 6 സെന്റിമീറ്റർ എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ ലെങ്ത് 2.5 സെന്റിമീറ്റർ ആണ്. ഈ ലെങ്ത് എത്രയാണ്? അത് നമുക്ക് തന്നിട്ടുണ്ട്. 6.5 സെന്റിമീറ്റർ അകലത്തിലാണ് പോയിന്റ് ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ലെങ്ത് എത്ര വരും? 6.5 സെന്റിമീറ്റർ. സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും അഥവാ സർക്കിളിന്റെ ആരവും തൊടുവരയും ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയില്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഇത് 2.5 സെന്റിമീറ്റർ ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് അറിയാം 6.5 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് ആണ്. നമ്മുടെ പൈതഗോറസ് തിയറം എങ്ങനെയാണ്? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ്. അതായത് 6.5 സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നത് 2.5 സ്ക്വയർ ആണ്. ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ബി സ്ക്വയറിനെ മാത്രം ഒരു സൈഡിൽ നിർത്തുന്നു. ഈ 2.5 സ്ക്വയറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 6.5 സ്ക്വയർ മൈനസ് 2.5 സ്ക്വയർ. Therefore, b equal to root of 6.5 സ്ക്വയർ മൈനസ് 2.5 സ്ക്വയർ ഈക്വൽ ടു 6.5ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 42.25. അതായത് 6.5 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 6.5 ഇൻറ്റു 6.5. 6.5 ഇൻറ്റു 6.5 നമ്മൾ എങ്ങനെയാണ് ഗുണിക്കുക? ആ ഡെസിമൽ പോയിന്റ് അങ്ങ് മാറ്റിയിട്ട് 65 ഇൻറ്റു 65 ചെയ്യും. 65 ഇൻറ്റു 65 നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 4225 എന്നാണ് കിട്ടുക. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്, അങ്ങനെ ടോട്ടൽ 2 ഡിജിറ്റ്. അപ്പൊ നമ്മൾ 2 ഡിജിറ്റിന്റെ പിന്നിലായിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ 42.25 എന്ന് വന്നത്. ഇതുപോലെ നമ്മൾ 2.5ന്റെ സ്ക്വയർ കാണുന്നു. എങ്ങനെയാണ് കാണുക? 25 ഇൻറ്റു 25 ആണ് കണ്ടുപിടിക്കുക. 25 ഇൻറ്റു 25 625 ആണ്. 2 ഡെസിമലിന്റെ 2 ഡിജിറ്റ്സിന്റെ പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 6.25 എന്ന് വരും. ഇനി 42.25 നിന്നും 6.25 കുറച്ചാൽ എത്രയാണ്? 36. 36ന്റെ റൂട്ട് എത്രയാണ്? നമുക്കറിയാം 6. ഈ രീതിയിലും നമുക്ക് ടാൻജന്റ് അഥവാ തൊടുവരകളുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് എഴുതുക. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ് എന്നാണ് പറയുന്നത് എങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ടാൻജൻസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ ആംഗിൾസ് അഥവാ കോണുകൾ കണ്ടുപിടിക്കാനാണ്. അതിനായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ കാര്യം, ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തമുണ്ട്. ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഈ സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് അഥവാ ഒരു തൊടുവര കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ടാൻജന്റും ഈ റേഡിയസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അഥവാ ഈ തൊടുവരയും ഈ ആരവും തമ്മിലുള്ള കോൺ എന്നത് 90 ഡിഗ്രിയാണ്. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് പോവാം. ഈ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും കോണുകൾ കണ്ടുപിടിക്കാൻ വരുന്ന സമയത്ത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച കോഡ്സ് അഥവാ ഞാണുകളുടെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാനും കൂടെ ചോദിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കോഡ്സിന്റെ പ്രോപ്പർട്ടീസും ടാൻജൻസ് അഥവാ തൊടുവരകളുടെ പ്രോപ്പർട്ടീസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആംഗിൾസിന്റെ ഒരു ഫിഗർ ആണ് ഈ വരച്ചിട്ടുള്ളത്. ഈ ഫിഗർ നമുക്കൊന്ന് നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഇത്. ഇനി സർക്കിളിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു കോഡ് അഥവാ ഒരു ഞാണ് പോകുന്നുണ്ട്. ഓക്കെ, ഈ കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രയാണ്? X ഡിഗ്രി ആണെന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അഥവാ സെൻട്രൽ ആംഗിളിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. അതെത്രയാണ്? കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇനി അതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അഥവാ സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. അതെത്രയാണ്? 180 മൈനസ് x/2 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിൽ കോഡ്സ് അഥവാ ഞാണുകൾ എന്ന സെക്ഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ടാൻജൻസ് അഥവാ തൊടുവരകളുടെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുള്ള ആംഗിൾസുകളാണ് അടുത്തതായി പഠിക്കുന്നത്. അതായത് ഈ കോഡ്സിന്റെ അതേ പോയിന്റിൽ നിന്ന് വരുന്ന ടാൻജൻസും തമ്മിലുള്ള ആംഗിൾ
കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അതായത് x/2 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് കോഡാണ്. ഇത് ആ കോഡ്സിന്റെ അറ്റത്തിൽ നിന്നും ഉണ്ടാകുന്ന ടാൻജന്റ് ആണ്. അപ്പൊ ആ കോഡും ടാൻജന്റും അഥവാ ഞാണും തൊടുവരയും തമ്മിലുള്ള ആംഗിൾ അഥവാ കോൺ എത്രയാണ്? x/2 ഡിഗ്രിയാണ്. അഥവാ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇനി അങ്ങനെ പോകുന്ന രണ്ട് തൊടുവരകളും കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ ആംഗിൾ എത്രയാണ്? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. അതായത് 180യിൽ നിന്നും 180ൽ നിന്നും കേന്ദ്ര കോൺ കുറച്ചതാണ്. ഇത്രയും ആംഗിൾസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും വരുന്ന ഏത് കോണുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഒരു കോഡ് ഉണ്ട്. ആ കോഡിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിലേക്ക് അഥവാ സെന്റർ ഓഫ് ദി സർക്കിളിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആംഗിൾ ആണ് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി അതേ കോഡിൽ നിന്നും സെൻട്രൽ ആംഗിളിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. അതെത്രയാണ്? കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇനി കോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. 180 മൈനസ് x/2 ഡിഗ്രിയാണ്. ഇനി ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? x/2 ഡിഗ്രിയാണ്. ആ ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. ഇനി ഇത്രയും പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് 2025 SSLC എക്സാമിനേഷനിൽ വന്ന ഒരു ചോദ്യം സോൾവ് ചെയ്ത് നോക്കാം. ചോദ്യം: In the figure, O is the center of the circle. PA and PB are tangents. Angle PAB equal to 65 degree. Find the measures of the angles below. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും PA, PB എന്നിവ തൊടുവരകളുമാണ്. ആംഗിൾ PAB ഈക്വൽ ടു 65 ഡിഗ്രി. ചുവടെ പറയുന്ന കോണുകൾ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്നത് O ആണ്. AB എന്നൊരു കോഡ് അഥവാ ഞാനുണ്ട്. AB എന്ന കോഡിൽ നിന്നുമാണ് AOB എന്ന ഒരു കേന്ദ്ര കോൺ ഉണ്ടായിട്ടുള്ളത്. AB എന്ന കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് മറ്റൊരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ആംഗിൾ ACB എന്നൊരു ആംഗിൾ. ഇനി A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് PA, ഒന്ന് PB. ഇനി ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് PA എന്ന ടാൻജന്റും AB എന്ന കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 65 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PBA, അതായത് PBA ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചിത്രത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് ടാൻജൻസും കോഡ്സും തമ്മിലുള്ള ആംഗിൾസുകൾ സെയിം ആയിരിക്കും. അപ്പോൾ PA എന്ന ടാൻജന്റും AB എന്ന കോഡും തമ്മിലുള്ള ആംഗിൾ 65 ഡിഗ്രി ആണെങ്കിൽ PB എന്ന ടാൻജന്റും AB എന്ന കോഡും തമ്മിലുള്ള ആംഗിളും എത്ര തന്നെയാണ്? 65 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ PBA എന്നത് 65 ഡിഗ്രിയാണ്. അടുത്തതായി ആംഗിൾ AOB, അതായത് AOB അതായത് സെൻട്രൽ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത് അഥവാ കേന്ദ്ര കോൺ. നമ്മൾ നേരത്തെ പിക്ചറിൽ പഠിച്ചിരുന്നു ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? x/2 ഡിഗ്രിയാണ്. അതായത് കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇവിടെ നമുക്ക് ടാൻജന്റ് അഥവാ തൊടുവരയും ഞാണും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് തന്നിട്ടുള്ളത്? 65 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ കണ്ടുപിടിച്ചൂടെ? x ഈക്വൽ ടു 65 ഇൻറ്റു 2. 65 ഇൻറ്റു 2 എത്രയാണ്? 130 ഡിഗ്രി. അഥവാ കേന്ദ്ര കോൺ എന്നത് എത്രയാണ്? 130 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ AOB എന്നത് 130 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള? ആംഗിൾ P അഥവാ PA എന്നും PB എന്നും രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ തമ്മിലുള്ള ആംഗിൾസ്. നമ്മൾ നേരത്തെ പിക്ചറിൽ നമ്മൾ തൊടുവരകൾ തമ്മിലുള്ള ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. അതായത് 180 മൈനസ് എക്സ് എന്നത് കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ. ഇവിടെ എത്രയാണ്? 130. അപ്പോൾ 180ൽ നിന്നും 130 പോയാൽ 50 ഡിഗ്രി. അപ്പോൾ ആംഗിൾ P എന്നത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇനി നാലാമതായി കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ്? ആംഗിൾ ACB, അതായത് ACB ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. AB എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ 130 ഡിഗ്രി ആണെങ്കിൽ AB എന്ന സെയിം കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വരുന്ന ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അതായത് x/2 ഡിഗ്രിയാണ്. എക്സ് എത്രയാണ്? കേന്ദ്ര കോൺ 130 ആണ്. 130ന്റെ പകുതി 65 ഡിഗ്രി.
അതായത് ആംഗിൾ എ സി ബി എന്നത് എത്രയാണ്? 65 ഡിഗ്രിയാണ്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഏതാണ്? എ ബി എന്ന കോഡിൽ നിന്നും വൃത്തകേന്ദ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ. ഇത് എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചത്? 180 മൈനസ് x/2. അതായത് 180 മൈനസ് x എത്രയാണ്? കേന്ദ്രകോൺ 130/2. അതായത് 180 മൈനസ് 65 ഡിഗ്രി 115 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്രയാണ്? 115 ഡിഗ്രി. ടാൻജൻസ് അഥവാ തൊടുവരകളുടെ ആംഗിൾസ് അഥവാ കോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ടാൻജൻസിന്റെ ലെങ്ത് അഥവാ നീളങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ഫിഗറിൽ ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിന്റെ കുറച്ച് അകലെയായി പി എന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഇവിടെ എത്ര ടാൻജൻസ് ആണ് ഉണ്ടാവുന്നത്? 2 ടാൻജൻസ് അഥവാ 2 തൊടുവരകളാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുക. അങ്ങനെ വരയ്ക്കുന്ന ആ 2 തൊടുവരകളുടെ നീളവും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു വൃത്തത്തിന്റെ കുറച്ചകലെയായി നമ്മളൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിൽ 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയുകയുള്ളൂ. ആ 2 തൊടുവരകളുടെ നീളവും ഈക്വൽ ആയിരിക്കും. അതായത് പി എ ഈക്വൽ ടു പി ബി ആണ്. അടുത്ത ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് സി പി എന്നൊരു ടാൻജന്റും അതുപോലെ പി ബി എന്നൊരു സാധാ ഒരു സ്ട്രെയിറ്റ് ലൈനും, അതായത് ബി എ എന്നൊരു കോഡ് ഉൾപ്പെടെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. ഇനി ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ചോദ്യം: ഇൻ ദ ഫിഗർ പി ക്യു ഇസ് എ ടാൻജന്റ് പി എ ഈക്വൽ ടു 5 സെന്റിമീറ്റേഴ്സ്. The area of the square with PQ as side is 49 square centimeter. What is the length of the chord AB? ചിത്രത്തിൽ പി ക്യു തൊടുവരയാണ്. പി എ ഈക്വൽ ടു 5 സെന്റിമീറ്റർ. പി ക്യു വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് 49 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. എ ബി എന്ന ഞാണിന്റെ നീളം എത്ര? ഇത് മുൻ വർഷങ്ങളിൽ SSLC എക്സാമിനേഷനിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ കുറച്ച് അകലെയായി പി എന്നൊരു പോയിന്റ് ഉണ്ട്. അതിൽ നിന്ന് പി ക്യു എന്നൊരു ടാൻജന്റ് അഥവാ ഒരു തൊടുവരയും പി ബി എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ, അതിൽ എ ബി എന്നൊരു കോഡും അടങ്ങിയ ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എ ബി എന്ന കോഡിന്റെ ലെങ്ത് ആണ്. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? പി എ എന്ന ലൈനിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് എ ബി എന്ന കോഡിന്റെ നീളം കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ക്യു സ്ക്വയർ. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് പി എ നമുക്കറിയാം 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി പി ക്യുവും പി ബിയും കണ്ടുപിടിക്കണം. അതിനായിട്ട് പി ക്യു കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്താണ്? ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് പി ക്യു ആസ് സൈഡ് ഈസ് 49 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് പി ക്യു എന്ന ഈ സ്ട്രെയിറ്റ് ലൈന് ഒരു സൈഡ് ആക്കിയിട്ട് ഒരു സ്ക്വയർ ഉണ്ട്, അഥവാ ഒരു സമചതുരം. സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? സമചതുരത്തിന്റെ 4 സൈഡുകളും തുല്യമായിരിക്കും. അതായത് പി ക്യു എന്ന ഈ ലൈനിന്റെ ലെങ്ത് അഥവാ നീളം തന്നെയാണ് ഈ ലൈനും ഈ ലൈനും ഈ ലൈനും. അതാണ് നമ്മുടെ സമചതുരത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്ക്വയർ അഥവാ ഈ സമചതുരത്തിന്റെ ഏരിയ എന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 49 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് കാണുക? നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പരപ്പളവ് എന്നത് നമ്മൾ എങ്ങനെയാണ് കാണുക? ലെങ്ത് സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ലെങ്ത് അഥവാ നീളമായിട്ട് നമുക്ക് പി ക്യു എന്ന ലൈൻ എടുക്കാം. അതായത് പി ക്യുവിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഏരിയ എത്രയാണ്? 49 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പി ക്യു കണ്ടുപിടിച്ചൂടെ? പി ക്യു ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ട് 49. എത്രയാണ് 49ന്റെ റൂട്ട്? 7. അതായത് പി ക്യു എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പി എ കിട്ടി, പി ക്യുവും കിട്ടി. ഇനി നമുക്ക് പി ബി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. പി എ ഇൻറ്റു
പി ബി ഈക്വൽ ടു പി ക്യു സ്ക്വയർ. ഇവിടെ പി എ എത്രയാണ്? 5 എന്ന് തന്നിട്ടുണ്ട്. പി ബി നമുക്ക് കണ്ടുപിടിക്കണം. ഈക്വൽ ടു പി ക്യു സ്ക്വയർ എത്രയാണ്? 7ന്റെ സ്ക്വയർ, അതായത് 49. therefore പി ബി ഈക്വൽ ടു 49 ഹരിക്കണം 5 എത്ര വരും? 9.8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ബി കിട്ടി. അപ്പൊ പി എ 5 പി ബി എത്രയാണ്? 9.8 അതിൽ നിന്ന് നമുക്ക് എ ബി കണ്ടുപിടിച്ചൂടെ? എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ബി ഈക്വൽ ടു പി ബി എന്ന സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും പി എ കുറച്ചാൽ മതി. പി ബി എത്രയാണ്? 9.8. 9.8ൽ നിന്നും 5 കുറച്ചാൽ എത്ര വരും? 4.8. അപ്പോൾ എ ബി എന്ന കോഡിന്റെ ലെങ്ത് അഥവാ എ ബി എന്ന ഞാണിന്റെ നീളം എത്രയാണ്? 4.8 സെന്റിമീറ്റർ ആണ്. ടാൻജൻസ് ആൻഡ് ഇൻസർക്കിൾ, തൊടുവരകളും അന്തർവൃത്തവും. ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടന്റുമായ ഒരു പോർഷൻ ആണ് ഇത്. ഇവിടെ ഈ ഫിഗറിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിലെ 3 പോയിന്റിലൂടെ 3 ടാൻജൻസ് അഥവാ തൊടുവരകൾ കടന്നു പോകുന്നുണ്ട്. ഈ തൊടുവരകളെല്ലാം കൂടി ഒരു ത്രികോണം അഥവാ ഒരു ട്രയാങ്കിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ഒരു സർക്കിൾ ആയതുകൊണ്ടാണ് ഇതിനെ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം എന്ന് പറയുന്നത്. ഇതാണ് ആ സർക്കിളിന്റെ റേഡിയസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻ സർക്കിൾ റേഡിയസ് അഥവാ അന്തർവൃത്ത ആരം എന്നാണ് പറയുക. സർക്കിളിലൂടെ കടന്നു പോകുന്ന ഈ ടാൻജന്റ് അഥവാ തൊടുവരയുടെ നീളമാണ് എ. ഈ ടാൻജന്റ് അഥവാ തൊടുവരയുടെ നീളമാണ് ബി. ഈ ടാൻജന്റ് അഥവാ തൊടുവരയുടെ നീളമാണ് സി എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം കാണാനുള്ള ഇക്വേഷൻ എ ബൈ പി ബൈ 2 ആണ്. എന്താണ് എയും പിയും? എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അഥവാ ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. പി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ അഥവാ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ്. ഇനി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻസ് അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ അടിഭാഗം, അതായത് ഇവിടെ സി. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള നീളമാണ്. എല്ലാ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിലും നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. എന്താണ്? എ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്നത് പെരിമീറ്ററിന്റെ പകുതിയാണ് അഥവാ ചുറ്റളവിന്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഏതൊരു ത്രികോണത്തിന്റെയും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി. ഇനി ഈ തിയറം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ചോദ്യം: സർക്കിൾ വിത്ത് സെന്റർ ഓ ടച്ചസ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ അറ്റ് പി ക്യു ആൻഡ് ആർ. എ ബി ഈക്വൽ ടു എ സി, എ ക്യു ഈക്വൽ ടു 4 centimeters ആൻഡ് സി ക്യു ഈക്വൽ ടു 6 centimeters. What is the length of CP? Find the perimeter and area of the triangle. What is the radius of the circle? O കേന്ദ്രമായ വൃത്തം ത്രികോണത്തിന്റെ വശങ്ങളെ പി ക്യു ആർ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. എ ബി ഈക്വൽ ടു എ സി, എ ക്യു ഈക്വൽ ടു 4 centimeter, സി ക്യു ഈക്വൽ ടു 6 centimeter. സി പിയുടെ നീളം എത്ര? ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എ ക്യു എന്നത് 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ സി ക്യു എന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിന്റെ ഔട്ട് സൈഡ് ഒരു പോയിന്റ് ഇടുന്നു. ഈ പോയിന്റിൽ നിന്നും നമ്മുടെ വൃത്തത്തിലേക്ക് 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ 2 ടാൻജൻസിന്റെ ലെങ്ത് അഥവാ നീളവും തുല്യമായിരിക്കും. ഇത് നമ്മൾ മുൻപേ പഠിച്ചതാണ്. ഇവിടെ ഈ സർക്കിളിന്റെ ഔട്ട് സൈഡ് ഉള്ള ഒരു പോയിന്റ് ആണ് എ എന്നത്. എയിൽ നിന്ന് 2 ടാൻജൻസുകൾ എ ക്യു എ ആർ എന്ന 2 ടാൻജൻസുകൾ സർക്കിളിലേക്ക് അഥവാ വൃത്തത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എ ക്യുവും എ ആറും എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും. അതായത് എ ആർ എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 4 സെന്റിമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ ഒരു ഔട്ട് സൈഡ് പോയിന്റ് ആണ് സി.
ഈ സിയിൽ നിന്ന് രണ്ട് ടാൻജൻസ് സർക്കിളിലൂടെ പോകുന്നു. ഏതൊക്കെയാണ്? സി ക്യൂവും സി പിയും. സി ക്യൂവിന്റെ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സി പിയുടെ ലെങ്ത്തും എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ തന്നെയാണ്. അതാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി പി? സി പിയുടെ നീളം എത്ര? അപ്പോൾ സി പിയുടെ നീളം എത്രയാണ്? സി പി ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനും. പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അളവുകൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എ ക്യു, എ ആർ, സി ക്യു, സി പി ഇത്രയും അളവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ബി ആർ, ബി പി ഈ ലെങ്ത് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് വേറെ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. എ ബിയും എ സിയും ഈക്വൽ ആണ്. അതായത് എ ബിയും എ സിയും ഈക്വൽ ആണ്. എ സി ഇവിടെ എത്രയാണ്? 4ഉം 6ഉം എത്രയാ? 10 ആണ്. അപ്പോൾ എ ബിയും എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഇവിടെ ഓൾറെഡി 4 സെന്റിമീറ്റർ വന്നു. അപ്പൊ ബാക്കി എത്രയാണ് ഇവിടെ വരിക? 6 സെന്റിമീറ്റർ. ബി എന്നത് ഈ സർക്കിളിന്റെ ഒരു ഔട്ട്സൈഡ് പോയിന്റ് ആണ്. ബി ആറും ബി പിയും ഈ വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളാണ്. ബി ആർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ബി പിയും എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് ആദ്യം തന്നെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് പി ഈക്വൽ ടു നമ്മുടെ 3 സൈഡുകളും കൂട്ടുക. അതായത് എ ബി പ്ലസ് എ സി പ്ലസ് ബി സി. എ ബി എത്രയാണ്? 4ഉം 6ഉം 10. എ സി എത്രയാണ്? 4ഉം 6ഉം 10. ബി സി എത്രയാണ്? 6ഉം 6ഉം 12. 10 പ്ലസ് 10 20. 20 പ്ലസ് 12 എത്രയാണ്? 32. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ്? 32 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് ഏരിയ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ്, നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് എത്രയാണ്? ബി സി ആണ് ഇവിടുത്തെ ബേസ്. അത് എത്രയാണ്? 6ഉം 6ഉം 12. ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരമാണ്. അതായത് ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഈ എ പി ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്കറിയാം എ ബി 10 സെന്റിമീറ്റർ ആണ്, ബി പി 6 സെന്റിമീറ്റർ ആണ്. എ പി ബി എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ പി ബി. ഇതിൽ എ ബി എത്രയാണ്? 10 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പി ബി എന്നത് 6 ആണ്. എ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ എ ബി സി ആണെങ്കിൽ പൈതഗോറസ് തിയറം എന്താണ്? സി സ്ക്വയർ. സി എന്നത് ഹൈപ്പോട്ടന്യൂസ്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് സി. സി സ്ക്വയർ എന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ സി സ്ക്വയർ എന്നത് എത്രയാ? 10 സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ. therefore നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ. ഈ 6 സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് 6 സ്ക്വയർ. എ ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 10ന്റെ സ്ക്വയർ എത്രയാ? 100 മൈനസ് 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ഈക്വൽ ടു 100ൽ നിന്ന് 36 പോയാൽ എത്ര വരും? 64. റൂട്ട് 64ന്റെ റൂട്ട് എത്രയാണ്? 8. അതായത് ഹൈറ്റ് എ പി എന്നതിന്റെ നീളം എത്രയാണ് വരുന്നത്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈറ്റ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അപ്പോൾ 12 ഇൻറ്റു 1/2 എന്ത് വരും? 12ന്റെ പകുതി 6. 6 ഇൻറ്റു 8 എത്ര വരും? 48. അപ്പോൾ 48 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ്. അപ്പൊ നമുക്ക് ഇവിടെ ചുറ്റളവും പരപ്പളവും അഥവാ പെരിമീറ്ററും ഏരിയയും കിട്ടി. ഇനി മൂന്നാമത്തത് എന്താണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഇത് നമുക്കറിയാം ഇൻ സർക്കിൾ ആണ്, അഥവാ എ ബി സി എന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള അന്തർവൃത്തമാണ് അഥവാ ഇൻ സർക്കിൾ ആണ്. ഇൻ സർക്കിളിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? എ ഹരിക്കണം പി ബൈ 2.
എ എന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, അഥവാ ത്രികോണത്തിന്റെ പരപ്പളവാണ്. പി എന്നത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, അഥവാ ചുറ്റളവ്, ത്രികോണത്തിന്റെ ചുറ്റളവാണ്. ഇനി ഇവിടെ എ എത്രയാണ്? 48 ഹരിക്കണം 32/2. 48 ഹരിക്കണം 32ന്റെ പകുതി എത്രയാണ്? 16. 48 ഹരിക്കണം 16 3 സെന്റിമീറ്റർ. അതായത് ഈ സർക്കിൾ അഥവാ ഈ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോകളിലായി 2014 മുതൽ 2025 വരെ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും SSLC എക്സാമിനേഷനിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്